ഉളിയന്നൂരിലെ പെരുന്തച്ചൻ. പണ്ട് കേരളത്തിലെ ഉളിയന്നൂർ എന്ന ഗ്രാമത്തിൽ രാമൻ എന്നു പേരുള്ള ഒരു മഹാനായ തച്ചൻ ജീവിച്ചിരുന്നു. മരത്തിലും കല്ലിലും അത്ഭുതങ്ങൾ തീർക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവ് കേട്ടറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകളെത്തിയിരുന്നു. ലോകം അദ്ദേഹത്തെ പെരുന്തച്ചൻ എന്ന് ബഹുമാനത്തോടെ വിളിച്ചു. പെരുന്തച്ചന് കാണി എന്നു പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ മുതൽ കാണി തന്റെ അച്ഛൻ പണിയെടുക്കുന്നത് നോക്കി നിൽക്കുമായിരുന്നു. അച്ഛൻ ചെത്തുന്ന മരക്കഷ്ണങ്ങൾ കൊണ്ട് അവൻ ചെറിയ വീടുകളും വണ്ടികളും ഉണ്ടാക്കി കളിച്ചു. മകന്റെ താൽപര്യം കണ്ട് പെരുന്തച്ചൻ സന്തോഷിച്ചു. കാണി വളർന്നു വലുതായി. അച്ഛനെപ്പോലെ തന്നെ അവനും തച്ചുശാസ്ത്രത്തിൽ വലിയ മിടുക്കനായി മാറി. പലപ്പോഴും അച്ഛൻ പോലും ചിന്തിക്കാത്ത പുതിയ രീതികൾ കാണി കണ്ടെത്തി. മകന്റെ വളർച്ചയിൽ പെരുന്തച്ചന് അഭിമാനവും ഒപ്പം ചെറിയൊരു ആശങ്കയും തോന്നിത്തുടങ്ങി. ഒരിക്കൽ ആ ഗ്രാമത്തിലെ അമ്പലത്തിൽ ഒരു കുളം നിർമ്മിക്കാൻ പെരുന്തച്ചന് നിർദ്ദേശം ലഭിച്ചു. ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു വശത്തുനിന്ന് നോക്കിയാൽ അത് ചതുരമായും മറ്റൊരു വശത്തുനിന്ന് നോക്കിയാൽ അത് വട്ടമായും തോന്നുമായിരുന്നു. പെരുന്തച്ചന്റെ ബുദ്ധിശക്തിയുടെ അടയാളമായിരുന്നു ആ കുളം. എന്നാൽ കാണി ആ കുളത്തിന്റെ നിർമ്മാണത്തിൽ ഒരു ചെറിയ കുറവ് കണ്ടെത്തി. വെള്ളം നിറയുമ്പോൾ കുളത്തിന്റെ പടവുകളിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ അവൻ ചില മാറ്റങ്ങൾ വരുത്തി. ഇത് പെരുന്തച്ചൻ പോലും ശ്രദ്ധിക്കാത്ത ഒന്നായിരുന്നു. മകൻ തന്നെക്കാൾ ഉയരത്തിൽ ചിന്തിക്കുന്നു എന്ന് പെരുന്തച്ചൻ തിരിച്ചറിഞ്ഞു. അച്ഛനും മകനും തമ്മിൽ ഒരു നിശബ്ദമായ മത്സരം ആരംഭിച്ചു. ഒരിക്കൽ അമ്പലത്തിലേക്കുള്ള വഴിയിൽ പെരുന്തച്ചൻ ഒരു മരപ്പാവയെ ഉണ്ടാക്കിവെച്ചു. ആരെങ്കിലും ആ വഴി വന്നാൽ ആ പാവ അവരുടെ മുഖത്തേക്ക് വെള്ളം തുപ്പുമായിരുന്നു. ആളുകൾ അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഇത് കണ്ട കാണി മറ്റൊരു മരപ്പാവയെ നിർമ്മിച്ചു. പെരുന്തച്ചന്റെ പാവ വെള്ളം തുപ്പുമ്പോൾ കാണിയുടെ പാവ ഉടനെ തന്നെ ഒരു തോർത്തെടുത്ത് ആ ആളുടെ മുഖം തുടയ്ക്കുമായിരുന്നു. കാണിയുടെ ബുദ്ധി കണ്ട് ഗ്രാമവാസികൾ ആർത്തുവിളിച്ചു. കാണിയുടെ പ്രശസ്തി നാടാകെ പടർന്നു. പെരുന്തച്ചൻ തന്റെ ഉളിയും പണിയായുധങ്ങളും താഴെ വെച്ച് ചിന്തിച്ചു. തന്റെ മകൻ തന്നേക്കാൾ വലിയ കലാകാരനായി മാറിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കലയിലെ അഹങ്കാരം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിഴൽ വീഴ്ത്തി. ഒരു ദിവസം അമ്പലത്തിന്റെ മുകൾ ഭാഗത്ത് പണിയെടുക്കുകയായിരുന്നു പെരുന്തച്ചൻ. താഴെ കാണി ഒരു കല്ല് കൊത്തിക്കൊണ്ടിരുന്നു. പെരുന്തച്ചന്റെ കയ്യിലിരുന്ന ഉളി അബദ്ധത്തിൽ താഴേക്ക് വീണു. അത് നേരെ ചെന്ന് തറച്ചത് കാണിയുടെ കഴുത്തിലായിരുന്നു. ആ മഹാപ്രതിഭ അവിടെ പൊലിഞ്ഞു. മകന്റെ വിയോഗം പെരുന്തച്ചനെ തകർത്തു കളഞ്ഞു. അഹങ്കാരം കൊണ്ട് താൻ ചെയ്ത തെറ്റ് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനുശേഷം അദ്ദേഹം അധികം പണികൾ ചെയ്തില്ല. എങ്കിലും ഉളിയന്നൂരിലെ ആ കുളവും അമ്പലവും ഇന്നും പെരുന്തച്ചന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും അസാമാന്യമായ കഴിവിന്റെ കഥകൾ പറഞ്ഞുതരുന്നു.